ശ്രീ വിജിത്തമ്പി, ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മേൽ ഇത്തരത്തിലുള്ള കടന്നുകയറ്റം കുറേ നാളുകളായി തുടരുന്ന ഒരു പ്രവണതയാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള വ്യാജേന തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ദേവസ്വം ബോർഡുകളുടെയൊക്കെ പെരുമാറ്റം. അതുമാത്രമല്ല, അങ്ങേയറ്റം ധാർഷ്ട്യം കലർന്ന രീതിയിലാണ് പലപ്പോഴും ഈ ദേവസ്വം പ്രസിഡന്റുമാർ ഭക്തരോടടക്കം പെരുമാറുന്നതും. കാരണം തൃശ്ശൂർ പൂര വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിമാർ പറഞ്ഞത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ പെരുമാറ്റം കണ്ടാൽ കൊച്ചി രാജാവിനെ പോലെയാണ്, അത്രമാത്രം ധാർഷ്ട്യത്തോടു കൂടിയാണ് തങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ധാർഷ്ട്യ മനോഭാവം, അതോടൊപ്പം യാതൊരു തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും വില കൽപ്പിക്കാത്ത സമീപനം, സർക്കാരിൻ്റെ വെറും പാവയായി മാത്രം പെരുമാറുന്ന പ്രവണത, ഇതുതന്നെയല്ലേ തിരുവിതാംകൂറും കൊച്ചിനും മലബാർ ദേവസ്വവും ഒക്കെ വെച്ചു പുലർത്തുന്നത്? സത്യം പറഞ്ഞാൽ ഈ ഈശ്വരവിശ്വാസികൾ ഇത് കണ്ട് പഠിക്കേണ്ടതാണ്. കാരണം ഒരു കാലഘട്ടത്തിന് മുമ്പ് നിങ്ങൾ എടുത്തു നോക്കൂ, ഈ ദേവസ്വം ബോർഡുകളുടെ പ്രസിഡൻ്റായിട്ട് വരുന്നതും ദേവസ്വം മെമ്പർമാരായിട്ട് വരുന്നതും വിശ്വാസികളാണ്. പലപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇതിൽ കൈയടത്താറില്ല. അവരുടെ കൂട്ടത്തിലുള്ള മറ്റ് പാർട്ടികളുടെ അവർക്കാണ് അതിൻ്റെ സ്ഥാനം കൊടുക്കാറുള്ളത്. എടുത്ത് നോക്കിക്കോളൂ, നിങ്ങൾ ബാക്കിലോട്ട് പോയി നോക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ന് തൊട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ദേവസ്വത്തെ കൈയടക്കാൻ ശ്രമിച്ചു തുടങ്ങിയത്? അത് ഈ ഹൈന്ദവ വിശ്വാസികൾ, ഈശ്വര വിശ്വാസികൾ ഈ ക്ഷേത്രങ്ങളിലൂടെ ഒന്നാകും എന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തുള്ള കൃത്യമായ അജണ്ട എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അതിനകത്ത് ഒരു സംശയവും വേണ്ട. ആ ചൈതന്യത്തെ നശിപ്പിക്കുക, അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മാക്സിമം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, അതുപോലെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഓരോ സ്ഥലത്തും ഓരോ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. ഉദാഹരണത്തിന് ഇപ്പോൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ അവിടെ ഒരു പ്രശ്നമില്ല. അവിടെ കാലങ്ങളായിട്ട് അവിടെ അവരുടെ ഈ കഴകത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിനുള്ളതാണ്. അവിടെ അനാവശ്യമായിട്ട് ഒരാളിനെ കുത്തിക്കയറ്റി ഒരു ജാതി വിഘടനം ഉണ്ടാക്കാൻ, ഒരു ഹിന്ദു സമൂഹത്തിനിടയിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മനഃപൂർവ്വമായിട്ട് ദേവസ്വം ബോർഡ് ശ്രമിച്ചതാണ്. അത് ദേവസ്വം ബോർഡിനെ കൂടി ചെയ്യിച്ചതാണ്. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾ ഇപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശുദാസിൻ്റെ വിഷയം പുതുതായിട്ട് എടുത്തിട്ടിരിക്കുകയാണ്. അതിനൊരു ശിവഗിരിയിലെ പാവം സന്യാസി ശ്രേഷ്ഠൻ, അദ്ദേഹം ഒരു വളരെ ശുദ്ധമനസ്കനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ആവശ്യമില്ലാതെ ഇതിനകത്ത് കൊണ്ട് കുടുക്കി ചാടിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ അദ്ദേഹം അത് പറയുന്നതിന് മുമ്പ് ഈ യേശുദാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ ഓരോ വിഷയങ്ങൾ എടുത്തിട്ടിട്ട് ഈ പൊതുസമൂഹത്തിനിടയിൽ മറ്റ് അവരുടെ ഒരുപാട് പ്രശ്നങ്ങളെ മൂടി വയ്ക്കാൻ വേണ്ടി മറ്റ് വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തിനാണ് അതിന് ഈ ക്ഷേത്രങ്ങളെ നിങ്ങൾ കൂട്ടുപിടിക്കുന്നത്? പല ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും കൂട്ടുപിടിക്കേണ്ട ആവശ്യം എന്താ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ വരുന്നത് ഭക്തജനങ്ങളാണ്, അവിടെ ഈശ്വരവിശ്വാസികളാണ് വരുന്നത്. ആ ഈശ്വരവിശ്വാസികൾ ക്ഷേത്രത്തിൽ എത്തുന്നത് എന്തുകൊണ്ടാണ്? ആ ക്ഷേത്രത്തിൽ നിന്ന് അവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതുകൊണ്ടാണ്. ആ പോസിറ്റീവ് എനർജി കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് ഒരാൾ ഗുരുവായൂർ പോയി ഭഗവാനെ ദർശിക്കുന്നത് എല്ലാ മാസവും പോകുന്നു, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ പോകുന്നു, പല രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഇവിടുന്ന് പൈസയും മുടക്കി അവിടെ പോകുന്നത് ആ ഭഗവാനെ ഒരു നോക്ക് കാണാനും തങ്ങളുടെ മനസ്സിലുള്ള ആവരാധികൾ ഭഗവാനോട് പറയാനും ആഗ്രഹങ്ങൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാനുമാണ്. അപ്പോൾ അത് പോകുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ളൊരു പോസിറ്റീവ് എനർജി കിട്ടിയില്ലെങ്കിൽ ആൾക്കാർ മടിക്കും. ഞാൻ എന്തിനാ ഇത്രയും പൈസ മുടക്കി അവിടെ വരെ പോകുന്നത്? അപ്പോൾ പല ക്ഷേത്രങ്ങളിലും അവിടുത്തെ ചൈതന്യത്തെ നശിപ്പിക്കാനുള്ള വളരെ ആസൂത്രിതമായ ഗൂഢശ്രമം ഓരോ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് കൃത്യമായ ആൾക്കാരെ ദേവസ്വം ബോർഡിലേക്ക് ഇവർ തിരികെ കയറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ സ്റ്റാഫിനെ നിയമിക്കുന്നത്. ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റം. ഗുരുവായൂർ പലപ്പോഴും പ്രശ്നമുണ്ടായിട്ടുണ്ട്, നമ്മൾ കണ്ടു കാണും. ഇതൊരു വാർത്തയായി മാറിയതാണ്. അവിടെ വരുന്ന ഒരു സ്ത്രീയും കുഞ്ഞും കൂടെ തൊഴാൻ നിന്നപ്പോൾ കുഞ്ഞിനെ വലിച്ചു മാറ്റിയതിന്. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പം അങ്ങനെയാണോ ചെയ്യേണ്ടത്? ശബരിമലയിൽ വരുന്ന ഒരാൾക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ പോലീസുകാരും അവിടുത്തെ ദേവസ്വം സ്റ്റാഫും ചേർന്ന് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. ശബരിമല പൊന്നും 18-ാം പടിയിൽ നിന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയ പോലീസുകാർ, ആ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ബൂട്ടിട്ട് കയറിയ പോലീസുകാർ. ഈ പോലീസുകാരക്കാരാണ് യഥാർത്ഥ പറഞ്ഞ വിശ്വാസികളാണെങ്കിൽ, ഒരു ഈശ്വര ചിന്ത ഉള്ളവരാണെങ്കിൽ ഒരിക്കലും അവർക്ക് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഇതെല്ലാം വളരെ ആസൂത്രിതമായിട്ട് ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക. അതുപോലെ അവിടുത്തെ പൂജാദ്രവ്യങ്ങൾ പരിപാവനമാവേണ്ട പൂജാദ്രവ്യങ്ങൾ, ഏറ്റവും മോശമായ പൂജാദ്രവ്യങ്ങളാണ് പലപ്പോഴും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ മണ്ഡലകാലത്ത് കണ്ടതാണ് ശബരിമലയിൽ ഹലാൽ ശർക്കര. ആലോചിച്ച് നോക്കിയേ, ശബരിമല അയ്യപ്പന് അവിടെ നേദ്യത്തിന് കൊണ്ടുവന്ന ഹലാൽ ശർക്കര. അപ്പോൾ ഈ രീതിയിലെല്ലാം പല രീതിയിലും ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഹൈന്ദവ ജനത തിരിച്ചറിയണം. ഒരു സമൂഹം മൊത്തം ഈ പറഞ്ഞ ഹിന്ദു സമൂഹത്തെ മൊത്തം നശിപ്പിക്കാനും അവരുടെ ആത്മീയതയെ തകർക്കാനും വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായൊരു ശ്രമമാണ് ഇതിന് പിന്നിലുള്ളത്. അതിൽ ഈ ദേവസ്വം ബോർഡും
ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളും ക്ഷേത്ര ഭാരവാഹികളും അതിനകത്ത് പെട്ടുപോവുകയാണ്. കൃത്യമായിട്ട് ഓരോ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഉപദേശക സമിതി എന്ന നിലയിൽ ക്ഷേത്രങ്ങളിൽ എടുക്കുന്ന കൃത്യം പാർട്ടിക്കാരെയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പാർട്ടിയുടെ ഒരു രീതിയിലേക്ക് ക്ഷേത്രങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്ഷേത്രങ്ങളെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഹിന്ദു സമാജം മനസ്സിലാക്കണം. അതിന് ശക്തമായി പ്രതികരിക്കണം. നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് പ്രമോദ് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാത്തിനും ഭഗവാൻ മറുപടി കൊടുത്തോളും. ഒരു സംശയവും വേണ്ട. കാലാകാലങ്ങളിൽ അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പം കലിയുഗമാണ്. പണ്ടൊക്കെ പിന്നെ ഇപ്പോൾ അപ്പം എന്നാണ്. അപ്പോൾ അതിനുള്ള മറുപടി കൃത്യമായിട്ട് കിട്ടിക്കോളും. അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആ ഹിന്ദു സമാജം കുറച്ചുകൂടെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും കുറച്ചുകൂടെ ഉണരുക. നമ്മുടെ ഈശ്വരന്മാരെല്ലാം ആയുധധാരികളാണ്. ഒരിക്കലും ഹിന്ദുക്കൾ പറഞ്ഞ ഒരു ചവിട് അടിക്കുമ്പോൾ അടുത്ത ചവിട് കാണിക്കുന്നവരല്ല ഹിന്ദുക്കൾ. അവർ വിശ്വസിക്കുന്ന ഈശ്വരന്മാരെല്ലാം ആയുധധാരികളാണ്. അതുപോലെ നമ്മൾ ശക്തരാവണം എന്ന് വെച്ച് ആയുധം എടുത്ത് ലോട്ടിലിറങ്ങാനല്ല ഞാൻ പറഞ്ഞത്. കാര്യം നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം. തെറ്റ് കണ്ടാൽ തെറ്റ് ചൂണ്ടിക്കാട്ടുക തന്നെ വേണം. ഒരിക്കൽ നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്യുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവനും തെറ്റുകാരനാണ്, ഗുരുനിന്ദ ചെയ്താൽ ആ ഗുരുനിന്ദയ്ക്ക് കൂടെ കേട്ടു നിൽക്കുന്നവനും തെറ്റുകാരനാണ്. ഒന്നുകിൽ അതിന് പ്രതികരിക്കുക, അല്ലെങ്കിൽ അവിടെ വിട്ട് പോവുക എന്നുള്ളത്. അതുപോലെ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഇപ്പോൾ ഇത്രയും വലിയൊരു ഗുരുനിന്ദയല്ലേ ഇന്ന് കാണിച്ചത്? ഒരു ഗുരുശ്രേഷ്ഠനല്ലേ ആനന്ദവനം ഭാരതി? അദ്ദേഹം ഈ പറഞ്ഞ മഹാമണ്ഡലേശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പദവിയാണ്. അത് നമുക്ക് സാധാരണ കേരളക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശ്രീ ആനന്ദവനം ഭാരതിയോടൊപ്പം നമ്മളൊന്ന് വടക്കേ ഇന്ത്യയിൽ സഞ്ചരിച്ച് നോക്കൂ. അദ്ദേഹം ആരാണെന്ന് അപ്പം മനസ്സിലാവും. അത്ര ഒരു പദവി കിട്ടിയ ഒരു വ്യക്തി, അത് കേരളത്തിൻ്റെ ഒരു ഭാഗ്യമല്ലേ? നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടിന് കിട്ടിയ ഒരു അനുഗ്രഹമല്ലേ? അതിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിച്ച് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അദ്ദേഹത്തെ ആനയിക്കുന്നതിന് പകരം നിന്ദിക്കുകയല്ലേ ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, അതെങ്ങനെ ചെയ്യാതിരിക്കും? ഇപ്പോൾ അദ്ദേഹത്തെ നമ്മളിപ്പോൾ മഹാമണ്ഡലേശ്വരായി അവരോധിച്ചത് കുംഭമേളയിലാണ്. ഈ മഹാകുംഭമേളയെ അവഹേളിച്ച സർക്കാരാണ് ഇവിടെ ഉള്ളത്. ആ മഹാകുംഭമേളയിൽ കേരളത്തിൻ്റെ മാത്രമല്ലേ പ്രാതിനിധ്യം ഇല്ലാതെ പോയുള്ളൂ? ബാക്കി ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രാതിനിധ്യം ഉണ്ടല്ലോ. ഇതുപോലെ അവിശ്വാസികൾ ഭരിക്കുന്ന മറ്റ് സ്റ്റേറ്റുകൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ വലിയൊരു ശിബിരം അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രമാണ് ഭരണകർത്താക്കളോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടോ ദേവസ്വം മന്ത്രിയോ അവിടെ സന്ദർശിക്കായിരുന്നത്. നേരത്തെ ശ്രീ പ്രമോദ് പറഞ്ഞു ദേവസ്വം മന്ത്രി അതിന് മറുപടി പറയണമെന്ന്. ഏറ്റവും വലിയ വിശ്വാസിയാണല്ലോ ദേവസ്വം മന്ത്രി, ഭയങ്കര ഭക്തനാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭക്തി പ്രഭാവം നമ്മൾ ശബരിമലയിൽ ഈ മകരവിളക്കിന് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതിന് പ്രതികരിക്കുമെന്നോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് നിർദ്ദേശം കൊടുക്കുമെന്നോ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വിട്ടേക്കൂ. നമുക്ക് ഇനിയും ഭക്തന്മാർ അവരുണരുക, അവർ ഈശ്വര വിശ്വാസികൾ ഒന്നാകുക. അവിടെ ഈ ജാതി വർഗ വ്യത്യാസങ്ങളെല്ലാം മറന്ന് ഹിന്ദു എന്നുള്ള ഒറ്റ ചിന്തയിലേക്ക് എത്തുക. ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ ഈശ്വര വിശ്വാസികളാണ് എന്ന്. ഞാൻ ഹിന്ദു എന്ന് പറയുമ്പോൾ ഹിന്ദു നാമധാരികളെയല്ല ഉദ്ദേശിക്കുന്നത്. ഈശ്വര വിശ്വാസികളായ ഭാരതീയരായ സനാതനധർമ്മ വിശ്വാസികളായ ഹിന്ദുക്കളെയാണ്. ഒന്നാവണം. അവിടെ ജാതി ചിന്തകളും വർണ്ണവർഗ വ്യത്യാസങ്ങളെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി മാറിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരമാവും. അതിനൊരു സംശയവും വേണ്ട. കാര്യം ഇവിടെ വിഘടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇവർ ഹിന്ദുക്കളെ ഈ രീതിയിലെല്ലാം അവഹേളിക്കുന്നത്. അതിനാണ് ഈ പറഞ്ഞ ഓരോ പ്രശ്നങ്ങൾ തമ്മിൽ അവിടെ മറ്റേ ബ്രാഹ്മണിക്കൽ ഹെൺമണി എന്ന് വേറൊരു സ്ഥലത്ത് ആ രീതിയിലുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി തമ്മിൽ അടുപ്പിക്കാനുള്ള ശ്രമമാണിത്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വളരെ ദോഷകരമായ അവസ്ഥയിലേക്ക് വരും. ഹിന്ദുക്കൾ ഈശ്വരവിശ്വാസികൾ ഒന്ന് തന്നെയാണ്, അവർ ഈശ്വരവിശ്വാസികൾ തന്നെയാണ്. ആ ഈശ്വര വിശ്വാസം തന്നെയാണ് അവരെ നിലനിർത്തി പോകുന്നത്. അത് മനസ്സിലാക്കി ആ രീതിയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് മുട്ടുമടക്കേണ്ടി വരും. അതിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഈ ചർച്ചയിൽ നിലപാട് സർക്കാരിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നിലപാട് വ്യക്തമാക്കാൻ ശ്രീ BN ഹസ്കർ നേരത്തെ പോകണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയിട്ടുണ്ട്.